അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാനവരുടെ ബാപ്പ തൻ്റെ മകന് വേണ്ടി ഉപദേശിച്ച ഒരു ഉപദേശം ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ മക്കളെ ഇടയ്ക്കിടയ്ക്ക് അവരെ നല്ല നല്ല ഉപദേശങ്ങൾ പറഞ്ഞ് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കണം. അത് മാതാപിതാക്കളുടെ കടപ്പാടാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയാണ്, യാ ബുനയ്യ ഇദാ സമീത കലിമത്തൻ മിൻ ഇംറിഇൻ മുസ്ലിമിൻ. വല്ലാത്തൊരു വാക്കാണ്. ഒരു മുസ്ലിമിനെ കുറിച്ച് നിനക്ക് ഒരു വാർത്ത കേട്ടു, അവനെക്കുറിച്ച് നെഗറ്റീവായ, അതേ അവനൊരു മോശം ചെയ്തോന്നോ അല്ലെങ്കിൽ ആരും ഇഷ്ടപ്പെടാത്ത ഒരു സന്ദേശം നിന്നിലേക്ക് എത്തിയാൽ, നിനക്കറിയുന്ന ഒരാളെക്കുറിച്ചിട്ട് അയാൾ ഇങ്ങനെ ചെയ്തു എന്നോ അല്ലെങ്കിൽ അയാളെക്കുറിച്ച് എന്തെങ്കിലും മോശപ്പെട്ട ഒരു കാര്യം, ഒരു വാർത്ത നിന്നിലേക്ക് എത്തിയാൽ, ഫലാ തഹ്മിൽഹ അലാ ശൈഇൻ മിനശ് ശർരി മാ വജദ്ത ലഹാ മഹ്മലൻ മിനൽ ഖൈരി. മോനെ, അതിനെ എങ്ങനെയെങ്കിലും ഖൈറിൻ്റെ ഭാഗത്തിലേക്ക് തിരിക്കാൻ പറ്റുമോ എന്ന് നീ നോക്കണം. അതാണ് നീ ചെയ്യേണ്ട വലിയൊരു ബാധ്യത എന്ന് ബഹുമാനപ്പെട്ടവർ തൻ്റെ മകനോട് ഉപദേശിക്കുകയാണ്. എന്താണ് ഈ ഉപദേശം? അതേ, ഒരു വാർത്ത, ഒരു മുസ്ലിമിനെ കുറിച്ച്, ഒരാളെക്കുറിച്ച് ഒരു ചീത്ത വാർത്ത, ഒരു സന്ദേശം എന്നിലേക്ക് എത്തിയാൽ ഞാനതിന് ഒന്നും കൂടി ശക്തി കൂട്ടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുകയല്ല. അതിനെ ഒന്നിരിക്കലോ മറച്ചു വെക്കുക, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുമെന്ന് മനസ്സിലായി, പാവം എന്തോ അയാളിങ്ങനെ കുടുങ്ങിയതായിരിക്കാമെന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് രണ്ടാളിലേക്ക് എത്തിക്കുന്നതിന് പകരം അതേ ആരിലേക്കും എത്തിക്കാതിരിക്കാൻ നോക്കലാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ബാധ്യത എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു ഉപദേശമാണ്. അതേ, നമ്മുടെ മൊബൈലിലേക്ക് ഒരാളെക്കുറിച്ച് ഒരു മോശപ്പെട്ട വാർത്ത എത്തിയാൽ നാം പെട്ടെന്ന് അതേ പത്താനിലേക്ക് എത്തിക്കുകയാണ്. അത് സത്യമാണെന്നോ, അത് ഉള്ളതാണെന്നോ, അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ ഒന്നും ചിന്തിക്കാതെ ഒരു രണ്ടാളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണം. അതേ, അയാളെക്കുറിച്ച് അങ്ങനൊരു വിഷയം കിട്ടുമ്പോഴേക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം പോലെ രണ്ടാളിലേക്ക് എത്തിക്കുകയാണ്. അത് വളരെ മോശപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ നാം ചിന്തിക്കേണ്ടത്, അവിടെ ആ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മളെക്കുറിച്ച് ഒരാൾ ഇങ്ങനെ മോശപ്പെട്ട് പ്രചരിപ്പിക്കുമ്പോൾ നമ്മളവിടെ ആഗ്രഹിക്കുക എന്തായിരിക്കും? അതേ, ഇതാരും പ്രചരിപ്പിക്കാതിരിക്കട്ടെ എന്നല്ലേ? ഒരിക്കലും നാം അങ്ങനെ ചെയ്തു പോകരുത്. കാരണം എല്ലാവരും ആരും ഇവിടെ മഅസൂമിങ്ങളല്ല. ചിലപ്പോൾ അയാളെ ഭാഗത്തുനിന്ന് ആ തെറ്റ് വന്നു എന്നിരിക്കാം, പാവം എന്തോ അങ്ങനെ വന്നു പോയതായിരിക്കാം. അത് നമ്മൾ രണ്ടാളിലേക്ക് എത്തിക്കലല്ല. നമ്മളെ മഅസൂമിങ്ങളല്ലല്ലോ, നമ്മളെ മലായിക്കീങ്ങളെന്നല്ലല്ലോ. ചിലപ്പോൾ നാളെ ഞാനായിരിക്കാം ഈ സ്ഥാനത്ത്. അതേ, ഇതിന് പകരം അള്ളാഹു എന്നെ ശിക്ഷിക്കും. ഇതുപോലത്തൊരു അല്ലെങ്കിൽ ഇതിനേക്കാൾ അപ്പുറമുള്ള അതേ നമ്മെ നാണം കെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് റബ്ബ് എന്നെ കൊടുക്കുമെന്നുള്ള പേടിയോടുകൂടെ ആരുടെ വിഷയം നാം പ്രചരിപ്പിക്കാൻ നിൽക്കരുത്. ഇതാണ് ഒരു മുഅ്മിനോട് നാം കാണിക്കേണ്ട ഏറ്റവും വലിയ ബാധ്യത എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതേ സമയത്ത് നമ്മളിലേക്ക് ഒരാളെക്കുറിച്ച് ഒരു നല്ല സന്ദേശം കേട്ടാൽ നാം അതൊന്നും പ്രചരിപ്പിക്കില്ല. അപ്പോൾ നമുക്ക് ഹസദാണ്, അയാളങ്ങനെ ആയിപ്പോയല്ലോ, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു സ്ഥാനം കിട്ടിപ്പോയതിൽ നമ്മൾ ഹസദ് വെക്കുകയാണ്. അതേ സമയത്ത് അദ്ദേഹത്തിനെ കുറിച്ച് ചീത്ത മോശമായ എന്തെങ്കിലും കേട്ടപ്പോഴേക്ക് നാം രണ്ടാളിലേക്ക് എത്തിക്കുന്നൊരു സ്വഭാവമാണ് പലപ്പോഴും നമ്മളിലുള്ളത്. അങ്ങനെ ആയിപ്പോകരുത്. അത് നല്ല സ്വഭാവമല്ല, അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ചിലപ്പോൾ ആ പറയുന്നതിനും ആ പറഞ്ഞതിലും സത്യം ഉണ്ടായി എന്ന് വരാം. പക്ഷേ നമ്മളോട് റബ്ബൊന്നും അതിങ്ങനെ പ്രചരിപ്പിക്കാൻ നമ്മളോട് കൽപ്പിച്ചിട്ടില്ലല്ലോ. പിന്നെ നമ്മളെന്തിനാണ്? നമ്മളോട് റബ്ബ് ചോദിക്കില്ലല്ലോ, നീ എന്തേ അയാളെ തെറ്റി രണ്ടാളിലേക്ക് നീ എത്തിക്കാത്തതെന്നൊന്നും റബ്ബ് നമ്മളോട് ചോദിക്കില്ലല്ലോ. ഇനി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ
പലപ്പോഴും അത് തെറ്റിദ്ധാരണ ആയിരിക്കാം, അത് പലപ്പോഴും കളവാവാനാണ് സാധ്യത, പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അത്തരത്തിലുള്ള വിഷയത്തിൽ നാം ഒരിക്കലും ഇടപെടാൻ പോകരുത്. നാളെ ആഖിറത്തിൽ കുടുങ്ങി പോകും, റബ്ബിൻ്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.